ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഹാപ്പി മൺഡേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഈ വീക്കിലേക്കുള്ള ഗൈഡൻസ് എടുക്കാം. ഈ വീക്ക് മുന്നോട്ട് എന്താവാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഓരോ ദിവസത്തെയും ഓക്കെ, മൺഡേ ടു സൺഡേ, ഓക്കെ, മൺഡേ തൊട്ട് അടുത്ത് സൺഡേ വരെ എന്ന രീതിയിൽ ഓരോ ദിവസത്തായിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അതും കുറച്ച് ഡിഫറെൻറ്റ് ഡെക്കൊക്കെ യൂസ് ചെയ്ത് ചെയ്യാനുള്ള പ്ലാനാണ്. നോക്കാം. ഓക്കെ, മൺഡേക്ക് ഓക്കെ സ്ട്രെസ്സാണല്ലോ. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, ഞാൻ ഇതിൽ വേറെ ഡെക്കുന്ന ക്ലാരിഫിക്കേഷൻ എടുക്കാനാണ്. നമുക്ക് നോക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. മൺഡേക്ക് ക്ലാരിഫിക്കേഷൻ, ട്യൂസ്ഡേ, ഫ്രൈഡേ, ഓക്കെ. ലെറ്റ്സ് സീ. നമുക്ക് മൺഡേ ദിവസം നമുക്ക് പറയാനുള്ളത് 9 ഓഫ് സോഡ്സ് ആണ്. ഒന്ന് സ്റ്റാർട്ടിങ്, ഐ തിങ്ക് മേ ബി ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൻ്റെ സ്ട്രെസ് ഉണ്ടാവാം. മേ ബി ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നാളത്തെ കാര്യം ഓർത്ത് ഒരുപാട് മൺഡേ, ഓക്കെ, സൺഡേ രാത്രി എന്ന രീതിക്ക് പറയുകയാണ് ഞാൻ. ഓക്കെ, സൺഡേ തന്നെ നിങ്ങൾ രാത്രി തൊട്ട് മേ ബി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ഒരു വറി ഉണ്ടാവാം. ഇത് നമ്മൾ ഉറക്കം പോലും പോകുന്ന ഒരു കാർഡാണെന്നാ പറയാം. അത്രയും ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വല്ലാതെ വറി ചെയ്യുന്നുണ്ട് എന്ന് പറയാം. മൺഡേക്കുള്ളതാണിത്. ഓക്കെ, മൺഡേ സ്റ്റാർട്ടിങ് തന്നെ കുറച്ചൊരു അപ്സെറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ മൈൻഡ് സെറ്റ് ഇപ്പം ഇത് ഞാൻ നേരത്തെ രാവിലെ ഇടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ട ശേഷം നിങ്ങൾ ഇന്നത്തെ ദിവസം ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, ദറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് നിങ്ങൾ നേരത്തെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഗുഡ്, അല്ലാത്തവർക്ക് സോറി. എനിക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഇപ്പം നിങ്ങൾ എഴുന്നേറ്റ് ഇത് കാണുമ്പോൾ ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക ആദ്യം തന്നെ. ഓക്കെ, ഒന്ന് റിലാക്സ് ആവുക, മൈൻഡിൽ നിന്നൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുക. ആൻഡ് ആക്ഷൻ എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന രീതിക്കാണ് കാണുന്നത്. ചിലപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ടെൻഷൻ അടിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അന്ന് എന്താവും എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഓക്കെ, അതൊരു വല്ലാതെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡിറ്റർമിനേഷനോടെ നിങ്ങൾ മോട്ടിവേഷൻ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്, ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ആക്ഷൻ എടുക്കേണ്ടത് നമ്മൾ എടുക്കുക തന്നെ വേണം. ഓക്കെ, അതിന് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഡീപ് ബ്രീത്ത് എടുക്കാം. ഓക്കെ, ഒന്ന് കാമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. 2-3 തവണ ഇങ്ങനെ നമ്മൾ ഡീപ് ബ്രീത്ത്, ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. 1 മിനിറ്റ് അതിങ്ങനെ പിടിച്ചു വയ്ക്കുക. എന്നിട്ട് സ്ലോലി എന്ന് പറഞ്ഞ വായിലൂടെ വിട്ട് കളയുക. ഐ തിങ്ക് നിങ്ങൾ മേ ബി ഇന്ന് നൈറ്റ് തൊട്ടേ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷനായിട്ടുണ്ടാവാം. സോ അതൊന്ന് ഇന്ന് രാവിലെ ഒന്നിപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീട്ടിലായാലും നിങ്ങൾ എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒന്ന് നിങ്ങളിത് കാണുന്ന സമയത്ത് ഓക്കെ, ഒന്ന് ഇരുന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആവുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോട്ടിവേഷനോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് എന്തായാലും. അപ്പോൾ അവനവൻ്റെ മെൻറ്റൽ സ്ട്രെങ്ത് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് പറയുക, എൻ്റെ കൂടെ നിൽക്കണേ എന്ന് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഓക്കെ, ആൻഡ് ആക്ഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല കാര്യമാണ് കാണുന്നത്, പക്ഷേ നിങ്ങൾക്ക് ആ ടെൻഷൻ കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ പറ്റാതെ ആയി എന്ന് വരും. സോ നിങ്ങളൊന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം നല്ലതിനാണ്. ആക്ച്വലി നൈറ്റ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന വളരെ നല്ലൊരു കാര്യത്തിന് തന്നെയാണ്. നിങ്ങൾക്ക് പേടിക്കേണ്ട, ടെൻഷൻ ആവേണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ എഫക്റ്റ് റിസൾട്ട് ഐ തിങ്ക് ഒരു നല്ല റിസൾട്ട് ആയിരിക്കും വരിക. ഓക്കെ, പക്ഷേ ആക്ഷൻ എടുക്കാനുള്ള ഒരു പേടിയായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാനായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കാം, എവിടെയെങ്കിലും പോകാനായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്ത് തന്നെയായാലും ശരി, ഇന്നത്തെ ദിവസം ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ തൽക്കാലം ഒന്ന് ആ ഒരു ടെൻഷൻ ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഇത് മൺഡേത്തെ. ഓക്കെ, ട്യൂസ്ഡേക്ക് ഹയർഫൻ്റ് ആണ്.
ആൻഡ് 3 ഓഫ് എർത്ത് ആണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുമെന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയുടെ ഒരു അപ്രൂവൽ കിട്ടും, ഒരു നല്ലൊരു ബ്ലെസ്സിങ് കിട്ടും എന്ന് പറയാം, അപ്രൂവൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. ഓഫീസിലോ ജോലിയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കിട്ടാനുള്ള അവസരമാണ്. ഓക്കെ, നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ആണെങ്കിലും അതിലെന്തെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നടക്കും. അതൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 3 ഓഫ് എർത്ത് പറയുമ്പോൾ നമ്മൾ കൊളാബറേഷൻ്റെ കാര്യമാണ് പറയുക. അതായത് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, അതിലെന്തെങ്കിലും ഒരു സക്സസ് നിങ്ങൾക്ക് വരാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ സക്സസ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്മളിപ്പോൾ ഒരു ആഴ്ചയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ, ഓരോ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് സക്സസ് ആയിരിക്കും നിങ്ങൾ ആലോചിക്കുക. ചെറിയൊരു എന്തെങ്കിലും ഒരു നല്ലൊരു ബിസിനസ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ്, അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക്. ഹയറോഫൻ്റ് ആണ്. ഹയറോഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയും. ചിലവർക്ക് സീനിയേഴ്സിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ ഓഫീസിലോ ജോലി സ്ഥലത്തോ പഠിക്കുന്ന കാര്യത്തിലോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സീനിയർ അല്ലെങ്കിൽ പ്രൊഫസർ അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നല്ലൊരു നിങ്ങളുടെ കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, ആ തരത്തിലും പറയാം. ചിലവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പറയാം. ഗവൺമെൻറ് അപ്രൂവലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയാണ്. ഇതൊരു ഹയർ അതോറിറ്റി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ അവരുടെ എന്തെങ്കിലും അപ്രൂവൽ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്നും പറയാം. ഓക്കെ, ഇത് ട്യൂസ്ഡേക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ഡേ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മളിത് കണക്ട് ചെയ്തും വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി വെഡ്നസ്ഡേക്ക് നമ്മൾ പറയുമ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, 8 ഓഫ് എർത്ത് ആണ്. ഓക്കെ, നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഈ ടെൻഷനെ ആയിരിക്കാം. ഓക്കെ, ഈ ടെൻഷൻസിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പിന്നിൽ നഷ്ടങ്ങൾ എന്ന രീതിക്ക് പറയും. 5 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുക എന്ന് പറയും. ഓക്കെ, നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫീലിംഗ്, അതായത് ചിലവർക്ക് മണി ലോസിൻ്റെ കാര്യമാണ് പറയുക. ഇത് പക്ഷേ ലോസ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 8 ഓഫ് കപ്സ് ആണിത്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ച്വലി നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കതൊരു റോങ് ഫീലിംഗ് അല്ല വരുന്നത് ഇവിടെ, നല്ലതായിട്ടാണ്. അതായത് നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, അതിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഐ തിങ്ക് നിങ്ങൾ മാനസികമായിട്ട് മേ ബി പ്രിപ്പയർ ചെയ്യുമായിരിക്കാം. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾ സ്റ്റെപ്പായി ആലോചിച്ചാൽ, ഓരോ ദിവസത്തെ കാര്യം കണക്ട് ചെയ്ത് ആലോചിച്ചാലും മേ ബി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്യും അല്ലേ. നമ്മൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം. ഒന്നും വേണ്ട, ചിലപ്പോൾ ഈ ടെൻഷൻ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻസ് നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കാം. ചിലവർക്ക് മണി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ചില ലോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, പക്ഷേ അതിനെക്കുറിച്ച് ഐ തിങ്ക് നിങ്ങൾ ആലോചിക്കൽ നിർത്തും മേ ബി. ഓക്കെ, നിങ്ങളത് പോയത് പോയി എന്ന രീതിക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന പോലെയാണ് എനിക്ക് ഇത് പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം. പിന്നിൽ ചിലത് നഷ്ടമുണ്ട്, പക്ഷെ ആ നഷ്ടം നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് വേറെ നല്ലതിലേക്ക് നിങ്ങൾ നയിക്കുന്നു എന്നാണ്. ഓക്കെ, സോ മുന്നോട്ട് പോവുക ധൈര്യത്തിൽ. ഓക്കെ, പിന്നിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഓക്കെ, ഇത് വെഡ്നസ്ഡേയുടെ കാര്യമാണ്. വെഡ്നസ്ഡേ മേ ബി നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഇനി മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും വിട്ട് മാറി പോകണോ എന്നൊക്കെയുള്ള ചിന്തകളിലായിരിക്കാം. ഓക്കെ, ആൻഡ് തേഴ്സ്ഡേ നമുക്ക് പറയുമ്പോൾ 7 ഓഫ് കപ്സ് ആണ്, ഓപ്ഷൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, ആക്ച്വലി അഗെയിൻ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചില റിയലൈസേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ ചില ഭാഗത്തു നിന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചൊരു കാര്യം ചെയ്തു എന്ന് പറയാം. ഓക്കെ, സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. ആ ആക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് ആ ബ്ലെസ്സിങ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ദാറ്റ് എനിക്ക് പിന്നിൽ നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് അതിനേക്കാൾ വേറെ എനിക്ക് ഓപ്ഷൻസ് കിട്ടും എൻ്റെ ലൈഫിൽ എന്നുള്ളൊരു അവേക്കനിങ് ആണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കലാണ്. നിങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് തുറന്നു വരും എന്ന് പറയാം. ചില നമ്മൾ വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ചില ആക്ഷൻ എടുക്കാനൊക്കെ തയ്യാറാവുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ദാറ്റ് നമുക്ക് മുന്നോട്ട് വേറെയും നല്ലത് വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു അവേക്കനിങ് എന്ന് പറയും. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യണം, മനസ്സിലാക്കുകയാണ്. ഓപ്ഷൻസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നഷ്ടപ്പെട്ടത് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുള്ളത് എന്ന്. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ അത് നിങ്ങൾക്കൊരു ധൈര്യം തരും. അത് നമ്മൾ ഒരു തരം സറണ്ടറിങ് പോലെയാണ് പറയുക, യൂണിവേഴ്സിന് സറണ്ടറിങ് പോലെയാണ്. അതായത് എനിക്ക് നല്ലത് യൂണിവേഴ്സ് തന്നോളും എന്നുള്ള ഒരു ട്രസ്റ്റ്. ആൻഡ് അഗെയിൻ വീൽ ഓഫ് ഫോർച്യൂൺ, ഫ്രൈഡേക്ക് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ, യെസ്, അപ്പം നല്ലത് വരുന്നു, ലക്ക് വരുന്നു എന്ന് പറയാം. അഗെയിൻ ഇവിടെയും നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള റിഗ്രറ്റ്സ്. ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഓർക്കുന്ന, നിങ്ങൾ ഈ പഴയതിലേക്ക് പോകാതിരിക്കുക. ഇവിടെ സ്ട്രെസ് കണ്ടോ. നമ്മൾ ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള സ്ട്രെസ്സുകളാണ് ഇവിടെ. നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിക്കേണ്ടതിനെ കുറിച്ച് ഓർത്തുള്ള ഒരു വിഷമമാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
ഓക്കെ. നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരില്ല. കാരണം നമ്മൾ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഏഞ്ചൽസിനെ നിങ്ങൾ ഇതിലെല്ലാത്തിലും നോക്കിക്കോളൂ. ഇതിൽ 3 നിങ്ങൾക്ക് ഏഞ്ചൽസ് കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് ഉള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ. ആൻഡ് ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മാത്രം ഇരിക്കരുത്. സമയം മാറി വരുന്നുണ്ട്. ഓക്കെ. ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾ പക്ഷെ ചിലത് പിന്നിലുപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. ധൈര്യത്തിൽ ആക്ഷൻ എടുക്കണം, മുന്നോട്ട് പോകണം. ഓക്കെ. കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഈ പിന്നിൽ പോയതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ മുൻപിലുള്ളത് നിങ്ങൾക്ക് കാണില്ല. ഓക്കെ. ആൻഡ് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഈ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ കാണുന്നില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങൾ കാണുന്നില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയില്ലേ, അടഞ്ഞ വാതിലിൽ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തുറന്നത് നമ്മൾ കാണില്ല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ഇവിടെ. ആൻഡ് അഗെയിൻ ഇവിടെ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ. സാറ്റർഡേക്ക് ഇത് ഐ തിങ്ക് ഈ ഫുൾ വീക്ക് തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നടക്കുന്നതിനെ കുറിച്ചായിരിക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ കോൺഫ്ലിക്ട്സ് സാറ്റർഡേ ആകുമ്പോൾ ചെറിയ കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്. ഫാമിലിയുമായിട്ടായിരിക്കാം. കാരണം ഇവിടെ ഫാമിലി കാർഡ് ഉണ്ട്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്ന് പറയാം. ആക്ച്വലി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബൈ ഫ്രൈഡേ മേ ബി അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ടെൻഷനൊക്കെ അടിക്കുന്നത്. ഓക്കെ. അതൊക്കെ സാറ്റർഡേ ആകുമ്പോഴേക്കും അതൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി സിറ്റുവേഷനിൽ കുറച്ച് കാര്യങ്ങൾ നല്ലത് നടക്കുമെന്ന് പറയാം. ഓക്കെ. ആൻഡ് സൺഡേ വളരെ പോസിറ്റീവാണ്. 6 ഓഫ് പെൻറ്റക്കിൾസും 6 ഓഫ് കപ്സുമാണ്. ഓക്കെ. നിങ്ങൾ ലേശം ഒരു സൺഡേ ഒരു നോസ്റ്റാൾജിക് മൂഡിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് പഴയതിന് അഗെയിൻ പക്ഷെ സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. ഓക്കെ. അതിൻ്റെ ഒരു ഇത് പക്ഷെ സങ്കടമായിട്ടല്ല എനിക്ക് കാണുന്നത്. നിങ്ങൾ ഓപ്പൺ ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരിക്കാം ചിലത്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കലായിരിക്കാം. എനിക്ക് ഹാപ്പി ആയിട്ട് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം മേ ബി ആ പഴയ ഓർമ്മകളിൽ ചിലപ്പോൾ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് 6 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മളൊരു ഈക്വൽ ബാലൻസ് ചെയ്ത് പോകുക. അതായത് നിങ്ങൾ ഇമോഷണൽ ആവും. യെസ്, ഇമോഷണൽ ആയാലും ബട്ട് ഐ തിങ്ക് നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് ഒരുവിധം മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം നമ്മൾ ഈ ചില നഷ്ടങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കാൻ പേടി, ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം നമ്മുടെ ലൈഫിൽ. ഓക്കെ. എപ്പോഴും നല്ലതായിരിക്കില്ല. ഓക്കെ. ചില സമയത്ത് നമുക്ക് മോശം പീരീഡ്സ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ലൈഫ് അങ്ങനെയാണ്. ഓക്കെ. സോ പോസിറ്റീവായിട്ട് ഇരിക്കുക, ബാലൻസ് ചെയ്യാം. ആക്ച്വലി നിങ്ങളൊരു ബാലൻസിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു ചിലപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ബാലൻസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും ഒരു കാര്യങ്ങളൊന്ന് ശരിയാവുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയും പറയാം. ആൻഡ് കുറച്ച് മെമ്മറീസിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇമോഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുന്നോട്ട് എന്താ ആക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ഓക്കെ. സോ ഇത് നമ്മുടെ ഫുൾ 1 വീക്കിൻ്റെ നമുക്ക് കിട്ടിയ മെസ്സേജസ്. കുറച്ച് നമുക്ക് യൂണിവേഴ്സ് മെസ്സേജസ് ഗൈഡൻസ് എന്തെങ്കിലും കിട്ടുന്ന എടുക്കാം. ആക്ച്വലി നേരത്തെ നിങ്ങളെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് കപ്സ് ആയിരുന്നു. ഓക്കെ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് നമുക്ക് പറയാം. ഓക്കെ. എൻഡ് ഓഫ് ദ വീക്കിൽ നിങ്ങളൊന്ന് സമാധാനപരമായിട്ട് 6 ഓഫ് സോൾസും ഉണ്ട്, ഒരു പീസ്ഫുൾ എന്ന് പറയാം. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ കുറച്ചുകൂടി കരിയറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഗ്രോത്തിൻ്റെ എന്നൊക്കെ പറയാം. ആൻഡ് ഏസ് ഓഫ് കപ്സും ഉണ്ട്, സന്തോഷത്തിൻ്റെ കാര്യമാണ്. സോ തീർച്ചയായിട്ടും ആ ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും ഐ തിങ്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് ബാലൻസ് ആവും. ഓക്കെ. ഒന്ന് നിങ്ങളുടെ ഇമോഷൻ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത് കുറച്ചുകൂടി ഒന്ന് ഒരു നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. വീക്ക് തുടങ്ങുന്നത് ലേശം എന്താ പറയുക ഡൗൺ ആയിട്ടാണ്. സോ ഞാൻ പറഞ്ഞ മെത്തേഡ് പ്ലീസ് ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ. ഒന്ന് ബ്രീതിങ് എടുക്കാം, ഒന്ന് കണ്ണടച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം നല്ലത് ശരിയായിക്കൊണ്ട് വരും, പേടിക്കണ്ട. ഓക്കെ. അങ്ങനെ തന്നെയാണ് ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. കോൺസെൻട്രേഷൻ, ആക്സെപ്റ്റൻസ്, ഇൻസൈറ്റ്, ഇന്നസെൻസ്, generosity, embrace, relaxation. ഓക്കെ. ഇവിടെ പറയുന്നത് ഒന്ന് കോൺസെൻട്രേഷനോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. നിങ്ങൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ കോൺസെൻട്രേഷനോടെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധ വെച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് മാത്രമല്ല, ആക്ഷൻ എടുക്കാൻ നിങ്ങൾ കുറച്ചുകൂടി പഠിക്കണോ, കുറച്ച് അതിന് കോൺസെൻട്രേഷൻ കൊടുക്കണോ, അതോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണോ, അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുക എല്ലാം. ഓക്കെ. കോൺസെൻട്രേഷനോടെ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. ഓക്കെ. ആക്ച്വലി ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ബ്ലെസ്സിങ് വരുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്ങിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നതിനെ നിങ്ങൾ സ്വീകരിക്കാം. നിങ്ങളുടെ മൈൻഡ് കൊണ്ട് റെഡി ആവുക.
എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡാണ് തയ്യാറാവാത്തത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്തോർത്തിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ബ്ലെസ്സിങ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, സോ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാം മനസ്സുകൊണ്ട്. ഓക്കെ, എന്ത് വന്നാലും ശരി, ചെറിയതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടത് വലുതും കിട്ടുന്നത് ചെറുതും ആയിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് തോന്നും അയ്യോ പോയത് ഇതിനേക്കാളും കൂടുതലല്ലേ എന്നുള്ള തോന്നൽ വരാതിരിക്കുക. അങ്ങനെ വരാതെ ഗ്രാറ്റിറ്റ്യൂഡോടെ എന്ത് കിട്ടിയാലും അത് വളരെ നല്ലതായിരിക്കട്ടെ, അത് നല്ല തന്നെയാണ്, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഓക്കെയാണ്, എനിക്ക് സന്തോഷമാണ് എന്ന രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഗ്രാറ്റിറ്റ്യൂഡോടെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻസൈറ്റ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡീപ് ബ്രീത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക. ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ നിങ്ങൾ ഇൻറ്റ്യൂഷൻ കൂടി യൂസ് ചെയ്യുക. ആൻഡ് ഇന്നസെൻസ് എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിരിക്കാം ഓൾറെഡി. നിങ്ങൾ വളരെ എന്താ പറയുക, എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. നിങ്ങൾ മാറുമൊന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, വേറെ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്താലും തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട. ഓക്കെ, നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതും. ഓക്കെ, ജനറോസിറ്റി, നിങ്ങൾ വളരെ ജനറസ് പേഴ്സൺ ആയിരുന്നു വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിന് കുറച്ചെങ്കിലും നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുക. അത് ചെയ്യാത്തവരാണെങ്കിൽ ശേഷം ദാനങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ദാനം കുറച്ച് അതിനും കൂടി ഇൻഡിക്കേഷൻ ആയിരിക്കും. ഓക്കെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഉള്ളയിൽ നിന്ന് ഓക്കെ ഒരു രൂപയായാലും 2 രൂപയായാലും എന്തെങ്കിലും ഒരു സാധനം, ഒരു കഴിക്കാൻ, ഒരു ഫുഡ്, ഒരു നേരത്തെ ഒരു ഫുഡ്, അങ്ങനെ എന്തെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. തെരുവ് നായ്ക്കൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ശനിയുടെ കാര്യത്തിനൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, തെരുവിലിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫുഡ് ഒരു നേരത്തേക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടാവണം എന്നൊന്നുമില്ല. ഓക്കെ, ഉള്ളതിൽ നിന്നൊരു പങ്ക് കൊടുക്കുമ്പോഴാണ് അതിന് വില കൂടുന്നത്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കുറേ ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കരുത്. എത്ര കുറവുണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ ഓക്കെ എൻ്റെ ഒപ്പം എനിക്ക് ചെയ്യുന്ന പോലെ ഞാൻ വേറൊരാൾക്ക് കൂടി ഒരല്പം എന്ന രീതിക്ക് ഒന്ന് കണക്കാക്കി ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം വളരെ കൂടുതലാണ്. ഗുണത്തിന് വേണ്ടിയിട്ടല്ല, ഓക്കെ, ഗുണത്തിന് വേണ്ടി ചെയ്യരുത്, അങ്ങനെയല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് അങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എംബ്രേസ് പറയുന്നുണ്ട്. മറ്റുള്ളവരെ എംബ്രേസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കൂടി കെയർ ചെയ്യുക എന്ന രീതിയിലായിരിക്കാം. ഓക്കെ, അത് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അവനവനെയും കെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് റിലാക്സേഷൻ. ഓക്കെ, അല്പം റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, ഒരുപാട് സ്ട്രെസ് അടിക്കേണ്ട, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരും. യൂണിവേഴ്സ് കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു പോവുക. പക്ഷേ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം, നമുക്ക് കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക, എത്ര ചെറുതായാലും ശരി. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കണം, എന്നാലേ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. യൂണിവേഴ്സ് തരും നമുക്ക് ബ്ലെസ്സിങ്. അത് പക്ഷെ നമ്മൾ സ്വീകരിക്കാൻ നമ്മളാണ് തയ്യാറാവാത്തത് പലപ്പോഴും. ഓക്കെ, സോ മൈൻഡ് വളരെയധികം ഓപ്പൺ ആക്കി വെക്കാം, എന്ത് ബ്ലെസ്സിങ് വന്നാലും. ഓക്കെ, എല്ലാവർക്കും ബ്ലെസ്സിങ് വരും. ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു വീക്ക് ആവട്ടെ. നന്ദി, നമസ്കാരം.